ടാർഗറ്റ് തികയ്ക്കാൻ പോലീസ് വ്യാജ പിഴ ഈടാക്കിയെന്ന ആരോപണം. കോഴിക്കോട്ടെ ഓൺലൈൻ ടാക്സി ഉടമയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അനധികൃത പാർക്കിങ്ങിന് 500 രൂപ പിഴയടക്കണമെന്ന് പോലീസ് പറയുന്നു. വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലവും നിയമലംഘനം നടത്തി എന്ന് പറയുന്ന സ്ഥലവും വ്യത്യസ്തമാണെന്ന് ഉടമ പറയുന്നു. കോഴിക്കോട് നിന്നും രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞായറാഴ്ചയാണ് കോഴിക്കോട് ടൗൺ ഹാളിന് മുന്നിൽ KL 45P 3194 എന്ന വാഹനം പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്ത ശേഷമാണ് അരയിടത്തു പാലത്ത് അനധികൃതമായി പാർക്ക് ചെയ്തു എന്ന ഫൈൻ നൽകിയിട്ടുള്ളത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഓൺലൈൻ ടാക്സി ഉടമ കൂടിയായിട്ടുള്ള സായൂജിനാണ് 500 രൂപ അനധികൃതമായ പാർക്കിങ്ങിന് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഞാൻ അവിടെ 30-ാം തീയതി നൈറ്റ് അവിടെ പാർക്ക് ചെയ്ത് പോയതാണ്, വീട്ടിലേക്ക് പോയതാണ്. പിറ്റേ ദിവസം രാവിലെ 31-ന് ഞാൻ അവിടെ എത്തി വണ്ടി എടുക്കാൻ നോക്കുന്ന സമയത്താണ് എനിക്ക് ഫോണിൽ മെസ്സേജ് വരുന്നത് 500 രൂപ ഫൈൻ വന്നു എന്ന് പറഞ്ഞു. എടുത്ത് നോക്കുമ്പോൾ ഇതിൽ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന സ്ഥലം അരയിടത്ത് പാലം, വണ്ടി ഉള്ളത് ഇവിടെ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷനിൽ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടില്ല? ഇല്ല, പോയിട്ടില്ല, അവിടെ പാർക്ക് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഓൺലൈൻ ടാക്സി ഫീൽഡിലാണ്. ഈ 500 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് 500 രൂപയാണെങ്കിൽ ഒരു 2-3 ട്രിപ്പ് എടുക്കണം. അതാണ് നമ്മൾ ഇവർ ഒരു പക്ഷേ ടാർഗറ്റ് തയ്ക്കാനായിരിക്കും. നമ്മൾ അങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത്. മാർച്ച് മാസം പൊതുവേ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി സാധാരണക്കാർക്ക് ഫൈൻ ഇടാന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവമാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഫൈൻ അടയ്ക്കാതെ മറ്റു നിർവാഹമില്ല എന്നുള്ളതാണോ? അത് നോക്കണം, എന്താണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യണം. ഫൈൻ അടയ്ക്കേണ്ടി വരും. കാരണം എനിക്ക് ഈ വണ്ടി സെയിൽ ചെയ്യണം, അപ്പോൾ എനിക്ക് ഫൈൻ അടച്ചേ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സമാനമായ സംഭവം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇതുവരെ? പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതുപോലെ ഫൈൻ വന്നിട്ടുണ്ടെന്നുള്ളത്. എന്താണെങ്കിലും ഓൺലൈൻ ടാക്സി ഉടമയായിട്ടുള്ള സായൂജിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരിടത്ത് പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്ത് മറ്റൊരിടത്ത് പാർക്ക് ചെയ്തു എന്ന പേരിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇതിലെന്തായാലും അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് സായൂജിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.